എന്റെ മോക്ക് നല്ല മനസ്സാ. അത് കാണാനുള്ള ശേഷി ഈശ്വരൻ എനിക്ക് തന്നില്ല. തന്നിരുന്നെങ്കിൽ എന്റെ മോൻ പോകില്ലായിരുന്നു. അവന്റെ മനസ്സിൽ തീ കോരിയിട്ടത് ഞാനാ. ആ വിഷമത്തോടെ എന്റെ പൊന്നുമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവൻ വരും, അവൻ തീർച്ചയായിട്ടും വരും. അല്ലേ മോളെ? ഇങ്ങനെ പ്രയാസപ്പെടാതെ തമ്പുരാട്ടി, സുഖമില്ലാത്തതല്ലേ? മനസ്സിന്ന് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ എന്റെ തേവര്. ഞാനൊരു കാര്യം ചോദിച്ച സുജാത കേൾക്കോ? എന്താണാവോ? വിരോധമില്ലെങ്കിൽ ഗായത്രി മോളെ 1-2 ദിവസം എന്റെ കൂടെ. തനിക്ക് പശുവിനെ വാങ്ങാൻ ഞാൻ ലോൺ തന്നു. താൻ തൊഴുത്തടക്കം വിറ്റ് വെള്ളം ഒടിച്ചു. കഴിഞ്ഞ വർഷം വീട് വെക്കാൻ 60,000 രൂപ തന്നു. താൻ വീട് സ്ഥലവും വിറ്റ് ഡെറാഡൂണിലേക്ക് ഉല്ലാസയാത്ര പോയി. എന്നിട്ട് വീണ്ടും നടക്ക ലോണ് ലോണ് ലോണെന്നും പറഞ്ഞു. തനിക്ക് ലോണുമില്ല, ഒരു കോണാനുമില്ല. കടന്നു പോടാ പുറത്ത്. അയ്യോ എന്റെ പ്രസിഡന്റ്, കോണാനൊന്നും എനിക്ക് വേണ്ട. അത് അഴിച്ചിട്ടുള്ള പരിപാടിക്ക് ഒരു കക്കൂസിനുള്ള ലോണെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിന് സാറ് തരണം. അത്രയ്ക്ക് മോശമാണ് ഞങ്ങളുടെ സ്ഥിതി. പഞ്ചായത്തിൽ നിന്ന് അതിനും ഇതിനും ഒന്നും പറഞ്ഞ് ലോണും തരപ്പെടുത്തി ആ കാശ് കൊണ്ട് മൂക്കുമുട്ട തിന്നിട്ട് അത് തൂറിക്കളയാൻ കക്കൂസിനും പഞ്ചായത്ത് ലോൺ തരണോടോ? താൻ വല്ല പാറപ്പുറത്ത് വരുന്ന കാര്യം സാധിക്കും. അവന്റെ ഒരു ചക്കൂസ്. സാറധികം പറയാനൊന്നും വേണ്ട, തെരഞ്ഞെടുപ്പാ വരുന്നേ. ഭീഷണിയാന്നോ? ആണെങ്കിൽ താന്നെ ഞൊട്ടും. ഈ പഞ്ചായത്തിലെ 90% വോട്ടും ഈ RP-യുടെ പേരിൽ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പോലെയാ. റേഷൻ കാർഡ് പോലും പണയപ്പെടുത്തി ഇറക്കുന്ന തന്റെ വോട്ടൊന്നും വേണ്ട എനിക്ക് ജയിക്കാൻ. ഇറങ്ങിപ്പോടൂ. തൽക്കാലം ഞാൻ പോകുന്നു. ഇനി എപ്പ വരണം? ഇനി ഇങ്ങോട്ട് വരണ്ട. ലോണ് പോടോ. ടൂറ് കൊണ്ടുപോകാഞ്ഞിട്ടായിരിക്കും തുള്ളപ്പനി. പ്രസിഡന്റ് സാറേ. മോള് വാ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോയാൽ ആരെയൊക്കെ സഹിക്കണം, എന്തിനെയൊക്കെ സഹിക്കണം. മോളിരിക്കേ. വാഴങ്കോവിലടുത്തേക്ക് വന്നു അല്ലേ? നന്നായി. ഇതോടെ ഭദ്രൻ തമ്പുരാന്റെ കളി അവസാനിക്കും. അതിനുള്ള വെടിമരുന്നല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് 977 ചാത്തോത്ത ഗോവിന്ദൻകുട്ടി നായർ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ഫയല. വാഴങ്കോവിലിടത്തിൽ ശേഖരൻ തമ്പുരാനും മുത്താറിക്കാലയിൽ സുജാതയും തമ്മിൽ വിവാഹിതരായതിന്റെ ഔദ്യോഗിക രേഖ. സത്യം പറയാലോ, ഉറക്കത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ ഭാര്യയുടെ കഴുത്തിന് പിടിച്ച് ചെക്കിയിട്ടുണ്ട്. ഇതാരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ടിട്ട്. എത്രയും പെട്ടെന്ന് ഇത് അഡ്വക്കേറ്റ് സതീദേവി ഏൽപ്പിക്കണം. ഇത് വെച്ച് കോടതിയിൽ 2 കലക്കിയാൽ ഭദ്രൻ തമ്പുരാൻ കുറ്റിയും പറിച്ചോടും. കേസ് എപ്പ ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. വളരെ ഉപകാരം. ഈ RP ആക്കിയ ശേഖരൻ തമ്പുരാനോടുള്ള കടപ്പാട് ഇങ്ങനെയെങ്കിലും നിറവേറ്റാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മോള് പോയിട്ട് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എല്ലാം നന്നായി വരും. മോളെ ഒന്ന് കരുതലോടുകൂടി ഇരുന്നോണം. നമസ്കാരം. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. താനിതുവരെ പോയില്ല. ഫയലകത്ത് വെച്ചേ. താനെന്താ പാടത്തെ നോക്കൂത്തി പോലെ പഞ്ചായത്ത് ഓഫീസിന് കണ്ണു തട്ടാതിരിക്കാൻ നിൽക്കുക? എന്റെ പൊന്നു പ്രസിഡന്റ്, വിവരമില്ലാതെ വല്ലതും പറഞ്ഞൊന്നും വെച്ച് എന്റെ കക്കൂസിന്റെ കാര്യം പരിഗണിക്കാതിരിക്കരുത്. എത്ര നാളായി 2 കല്ലിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? തനിക്കിരിക്കാൻ 2 കല്ലെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത എത്രയോ സാധുക്കൾ ഈ പഞ്ചായത്തിലുണ്ടെന്ന് തനിക്കറിയാമോ? തനിക്കിനി ലോൺ അനുവദിച്ചാൽ ആ നിമിഷം ആ കല്ലെടുത്ത് മാറ്റിയേക്കാം. ആ നിമിഷം നാട്ടുകാരന്റെ ചെവിക്കല്ലടിച്ച് മാറ്റും. താൻ പോയെ. തനിക്ക് ലോണും ഇല്ല, കൂണുമില്ല. മനസ്സിലാത്തില്ല, 2 അടിച്ചിട്ട് വരാം. അപ്പോ ഭദ്രൻ തമ്പുരാനെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു അല്ലേ ഗായത്രി? അതെ, എന്റെ വീട്ടിൽ നല്ല ഒന്നാന്തരം പട്ടിച്ചങ്ങലുണ്ട്. അത് മതിയോ ഗായത്രി? ഭദ്രൻ തമ്പുരാൻ ആയതുകൊണ്ടേ ആനച്ചങ്ങല തന്നെ വേണ്ടി വരും. ആനച്ചങ്ങല അല്ലടാ, തൊടല്. നല്ല ഒന്നാന്തരം തൊടല്. എന്റെ ഈശോയെ, ഒരു വിജയം ഞങ്ങളുടെ കോർട്ടിലും തരണേ. വിജയപരാജയത്തിന്റെ കണക്കല്ല തോമസ് ഇത്. എന്റെ അവകാശമാണ്. എനിക്കൊരു അച്ഛനുണ്ടെന്നുള്ള അവകാശം. അതാരെതിർത്താലും ഞാൻ സ്ഥാപിച്ചു തന്നെ എടുക്കും.
അശോകേട്ടൻ വരൂ, അകത്തേക്കിരിക്കാം. ഞാനും ശ്രീകുട്ടനും ഒരേ റെജിമെന്റിലായിരുന്നില്ല ജോലി ചെയ്തിരുന്നത്. പക്ഷേ കാണാതായ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ബന്ദിപ്പൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പില്. ഈ സമയത്താണ് ക്യാമ്പിനടുത്തുള്ള റോക്ക് ഹില്ലിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ ഞങ്ങൾ 60 പേരെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്തു. ചേട്ടാ, വരൂ, നമുക്ക് ചായ കഴിക്കാം. ആ, ഗായത്രി വരൂ. കനത്ത കാറ്റും മഴയും മണ്ണിടിച്ചിലും കാരണം ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. താഴ്വരയിലുള്ള സിവിലിയൻസിനെ ഒരുവിധം ട്രക്കിൽ കയറ്റി ഞങ്ങൾ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. ക്യാമ്പിലെത്തിയപ്പോ ഞങ്ങളുടെ സംഘത്തില് ശ്രീകുട്ടൻ മാത്രമില്ലായിരുന്നു. വിവരറിഞ്ഞ ഞങ്ങള് റോക്ക് ഹില്ലിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അങ്ങോട്ടടുക്കാൻ കഴിയുമായിരുന്നില്ല, അത്രയ്ക്ക് ഭീകരമായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ സൈനിക ആസ്ഥാനത്തേക്ക് വിവരം അറിയിച്ചു. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി. പക്ഷെ ഒന്നുമില്ലെന്ന്. ഗായത്രി, എന്താ ഇത്? വണ്ടി എടുക്കണം. വിവരം അറിഞ്ഞപ്പോ നെഞ്ചു പൊട്ടിയതാ. ചേച്ചിക്ക് എങ്ങനെ തോന്നി ആ എറണകെട്ട ജന്മങ്ങളെ ഇവിടെ കുടിയിരുത്താൻ? അച്ഛന്റെ ആത്മാവ് പൊറുക്കുവോ? പറ. മതി ഭദ്ര, ഈ ആത്മാക്കളുടെ കഥ പറച്ചില്. മരിക്കാൻ പോകുന്ന എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ എന്റെ മോനോട് ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തേണ്ടിയിരിക്കുന്നു. അത് ശരി. അപ്പോ ചേച്ചി ചെയ്ത തെറ്റെല്ലാം തിരുത്താൻ മകന്റെ വെപ്പാട്ടി പെണ്ണിനെ ഇവിടെ പൊറുപ്പിക്കാവുന്ന സുഭദ്രാമ വിചാരിച്ചു അല്ലേ? ഭദ്ര, നിന്റെ നാക്കിന് ശൗര്യം കൂടണ. ഇങ്ങനെ ഒച്ച വെച്ച് എന്നെ അങ്ങ് വിറപ്പിക്കാമെന്ന് വാഴുംകോവിലടുത്ത് സുഭദ്രാമ വിചാരിച്ചാ അത് വെറുതെയാ. തെറ്റി. ഇത് ഭദ്രനാ, വാഴുംകോവിലടുത്തെ ഭദ്രം തമ്പുരാൻ. കടക്കടാ പുറത്ത്. നിന്നോടാ പറഞ്ഞത് പുറത്തു പോവാൻ. വാഴുംകോവിലിടത്തെ രാജശേഖരൻ തമ്പുരാന്റെ മകൻ ഭദ്രനോട് കൽപ്പിക്കാൻ മാത്രം നിങ്ങളുടെ നാക്കിന് മൂർച്ച വന്നോ? നിഴൽ പോലെ നിങ്ങളുടെ കൂടെ നടന്നവനായി ഭദ്രൻ. എന്റെ ഈ കൈമതി ഈ കൊരവള്ളി പൊട്ടിക്കാൻ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ പട്ടാളക്കാരൻ മോൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുള്ള ഈ കാത്തിരിപ്പില്ലേ, അത് വെറുതെയാ. അവനെ അപമൃത്യു ദോഷമാണ്. അന്ന് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നീറി ചത്തുപോയനെ. പിന്നെ ഈ ഭദ്രന് വേറെ ചില കണക്കുകൂട്ടലുകളും അന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആലത്തൂരിൽ ഉണ്ണിമായെ അവൻ താലി കെട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങള ശേഖരന്റെ മകളെ അവൻ താലി കെട്ടും. അങ്ങനെ വന്നാൽ അന്ന് ഞാൻ പടിക്ക് പുറത്തു പോവും. നിങ്ങളും ശേഖരന്റെ മകളും കൂടി ഒന്നാകും. അങ്ങനെ നിങ്ങൾ ഒരമ്മ മക്കള് വാഴുംകോവിലിടം മൊത്തത്തിൽ അങ്ങോട്ട് വാഴും. അപ്പോ നിങ്ങളുടെ മകൻ അന്ന് പറഞ്ഞതുപോലെ ഈ വെളുത്തേടത്തിയുടെ മകൻ എന്തു വില? വെറും കറിവേപ്പില. ഒന്ന് ഞെട്ടിയിട്ടുണ്ടല്ലേ? തമ്പുരാട്ടി ഞെട്ടണം. പ്രായം ഒത്തിരി ആയില്ലേ? ഒരു വിശ്രമം നല്ലതാ. ഇനിയുള്ള കാലം ദാ നല്ല ധന്വന്തരി കുഴമ്പും പരട്ടി ചെറു ചൂടുവെള്ളത്തിൽ ഇഞ്ച തേച്ച് കുളിച്ച് 3 നേരവും ദശമുലാരിഷ്ടവും കഴിച്ച് സുഖമായിട്ട് അങ്ങോട്ട് ഇരിക്ക. ഈ വാഴുംകോവിലിടം ഇനി ഭദ്രനൊന്ന് ഭരിക്കട്ടെ. മറിച്ചെന്തെങ്കിലും ആണെങ്കിൽ അറിയാലോ. ഈ ഭദ്രനെ ശരിക്കും അറിയാലോ.
പറഞ്ഞത്? വാഴുംകോവിലെടുത്ത പുതിയ തമ്പുരാട്ടി അമ്മയോ? വരണം വരണം. തമ്പുരാട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അടിയൻ ഇങ്ങോട്ട് വന്നേ. നിന്റെ തള്ളയില്ലേ ആ നാടകക്കാരി? അവളെയും കൂട്ടി 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഈ ഭദ്രൻ ആരാണെന്ന് നീ അറിയും. അമ്മയെ മോളെ ഇവിടിട്ട് കത്തിക്കും ഞാൻ.